എബ്രോഡ് MBBS പഠിക്കുന്ന 2 വിദ്യാർത്ഥികളാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ നമുക്ക് ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നെ തുടങ്ങാം. സോ നിഹാദ്, ഷസാൽ, ഓക്കെ. പിന്നെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജോർജിയയിലുള്ള ഒരു അനുഭവം, അതായത് ഈ വിദേശത്ത് വന്നതിന് ശേഷമുള്ള അനുഭവം എങ്ങനെയാണ് തോന്നുന്നത്? എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൂ. എനിക്കിതൊരു നെഗറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എല്ലാവരും കോൺടാക്ട് ചെയ്തിരുന്നു. അതിന് തന്നെ ഇപ്പൊ ഫാസ്കയുടെ പെങ്ങളെ പേര് എന്റെ ഒരു സീനിയർ ആയിരുന്നു. ഇപ്പൊ എന്റെ കുറെ സീനിയർ പഠിക്കുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സും ഉണ്ട് ഇവിടെ. ഞാൻ എല്ലാവരും കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ആരും നെഗറ്റീവ്. മലയാളി സർക്കിൾസ് എങ്ങനെയാണ് ഇവിടെ വന്നതിന് ശേഷം? ഇഷ്ടംപോലെ മലയാളി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇപ്പൊ മലയാളികളായിട്ടുള്ള ഓരോ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു നാട് വിട്ടൊരു മിസ്സിംഗ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഫ്രണ്ട്സ് ആണ് എന്റെ മിക്കൊരു മലയാളീസ് ആണ്. എന്റെ കുറെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് അതൊരു ഫീൽ ഒന്നും നല്ലതാണ്. മലയാളികളൊക്കെ പിന്നെ ഇവിടെ വന്നിട്ട് ഈ മറ്റു കാര്യങ്ങൾ, അതായത് ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ പേരൻസ് എപ്പോഴും പാനിക് ആവുന്നതാണ്. ഫുഡ് സേഫ്റ്റി അതൊക്കെ എങ്ങനെയുണ്ട്? ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു ഫുഡാണ്. എന്റെ ഫാമിലി അങ്ങനെ ഒരു പ്രോപ്പർ ഫുഡാണ്. എനിക്കതിനെ കുഴപ്പമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഒന്നും ഞാൻ ഫസ്റ്റ് മന്ത് മെസ് ആയിരുന്നു. ആ ഫസ്റ്റ് നല്ലൊരു മെസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ ഞാൻ സെൽഫ് കുക്കിങ്ങിലേക്ക് മാറി. ഈ കുക്ക് ചെയ്യാൻ നല്ല താല്പര്യമുള്ള മനുഷ്യനാണ്. കുക്കിങ്ങിലേക്ക് താല്പര്യം മാറ്റിയിട്ട് കുക്കിങ്ങിൽ തുടങ്ങി. പിന്നെ ഇഷ്ടംപോലെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഇപ്പൊ നാട് എന്തും കിട്ടും ഇവിടെ. അങ്ങനെ ഒന്നുമില്ല, കിട്ടൂലെന്നൊന്നുമില്ല. എന്റെ പല ഫ്രണ്ട്സും ഉണ്ട് ഇവിടെ, നന്നായി കുക്ക് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ അടുത്ത് കുക്കിംഗ് ചെയ്യലുണ്ട്. അവിടെ ഫുഡിന് ഒരു മിസ്സിംഗ് ഒന്നും തോന്നുന്നില്ല. ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്, എല്ലാ സാധനം ഇവിടെ കിട്ടും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.